അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ വിസ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരിക്കുകയാണ്. തൊഴിൽപരവും കുടുംബപരവുമായ വിസകൾക്ക് ഇത് വളരെ പ്രധാനമാണ്. പുതിയ വിസ ബുള്ളറ്റിൻ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. ഇത് US കുടിയേറ്റ നിയമങ്ങളിൽ കാത്തിരിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സഹായിക്കും. എന്താണ് വിസ ബുള്ളറ്റിൻ എന്ന് അറിയാത്തവർക്കായി ഒരു വിശദീകരണം നൽകാം. വിസ ബുള്ളറ്റിൻ എന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു അറിയിപ്പാണ്. ഇതിൽ ആർക്കൊക്കെ ഗ്രീൻ കാർഡ് കിട്ടാൻ അർഹതയുണ്ടെന്ന് പറയുന്നു. ഓരോരുത്തരുടെയും അപേക്ഷയുടെ തീയതി അനുസരിച്ചാണ് ഇത് തീരുമാനിക്കുന്നത്. ഈ പതിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം പല പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ കുറേ വർഷങ്ങളായി കാത്തിരുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ നൽകും. ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് ഓരോരുത്തരെയും ബാധിക്കുകയെന്ന് പല അഭിഭാഷകരും വിദഗ്ധരും പഠിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നല്ല പുരോഗതി കാണുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ മാറ്റമില്ല. US കുടിയേറ്റ നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പുതിയ നിയമങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഓരോരുത്തരുടെയും അപേക്ഷയെ എങ്ങനെ ബാധിക്കുമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. വിസ ബുള്ളറ്റിൻ്റെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഏതൊക്കെ വിസ വിഭാഗങ്ങളെയാണ് ഇത് ബാധിക്കുക എന്നും ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്ക് പരിശോധിക്കാം. തൊഴിലടിസ്ഥാനമാക്കിയുള്ള വിസകളിൽ നല്ല പുരോഗതി ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഇത് ആയിരക്കണക്കിന് അപേക്ഷകർക്ക് ഉപകാരപ്രദമാകും. ജോലിയുടെ അടിസ്ഥാനത്തിലുള്ള വിസ വിഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചില വിഭാഗങ്ങളിൽ പുരോഗതി കാണുന്നുണ്ട്. ഇത് പല അപേക്ഷകർക്കും ഗുണകരമാകും. മിക്ക രാജ്യക്കാർക്കും EB-1 വിസ കിട്ടാൻ എളുപ്പമാണ്. എന്നാൽ ചൈനയ്ക്കും ഇന്ത്യക്കും കാത്തിരിപ്പ് കൂടുതലാണ്. ചൈനക്കാർക്കുള്ള കാത്തിരിപ്പ് സമയം 3 മാസം വരെ കുറഞ്ഞു. ജനുവരി 1, 2023 വരെ അപേക്ഷിച്ചവർക്ക് വിസ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ത്യക്കാർക്കുള്ള കാത്തിരിപ്പ് സമയം 2 മാസം വരെ കുറഞ്ഞു. 2022 സെപ്റ്റംബർ 15 വരെ അപേക്ഷിച്ചവർക്ക് വിസ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ചെറിയൊരു ആശ്വാസമാണ്. മിക്ക രാജ്യക്കാർക്കും EB-2 വിഭാഗത്തിൽ കാത്തിരിപ്പില്ല. ചൈനയുടെ കാര്യത്തിൽ 6 മാസത്തെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 2020 ഒക്ടോബർ 1 വരെ അപേക്ഷിച്ചവർക്ക് വിസ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് വലിയൊരു മാറ്റമാണ്. എന്നാൽ ഇന്ത്യക്കാർക്ക് വെറും 2 ആഴ്ചത്തെ പുരോഗതി മാത്രമേ ഉള്ളൂ. 2013 ഏപ്രിൽ 15 വരെ അപേക്ഷിച്ചവർക്ക് വിസ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് വളരെ ചെറിയ മാറ്റമാണ്. ഇത് ഇന്ത്യൻ പ്രൊഫഷണൽസുകളെ നിരാശരാക്കുന്ന ഒന്നാണ്. മിക്ക രാജ്യക്കാർക്കും EB-3 വിഭാഗത്തിൽ കാത്തിരിപ്പില്ല. ചൈനക്കാരുടെ കാര്യത്തിൽ 9 മാസത്തെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 2020 നവംബർ 1 വരെ അപേക്ഷിച്ചവർക്ക് വിസ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ചൈനീസ് അപേക്ഷകർക്ക് EB-2, EB-3 എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കുറക്കുന്നു. ഇന്ത്യക്കാരുടെ കാര്യത്തിൽ 3 മാസത്തെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 2014 ഫെബ്രുവരി 1 വരെ അപേക്ഷിച്ചവർക്ക് വിസ കിട്ടാൻ സാധ്യതയുണ്ട്. ചില ഇന്ത്യൻ അപേക്ഷകർക്ക് EB-3യിലേക്ക് മാറാനും അവരുടെ അപേക്ഷ വേഗത്തിലാക്കാനും ഇത് സഹായിക്കും. EB-4 വിഭാഗത്തിൽ മിക്ക രാജ്യക്കാർക്കും കാത്തിരിപ്പില്ല. എന്നാൽ എൽ സാൽവഡോർ, ഗ്വാട്ടിമാല, ഹോണ്ടുറാസ്, മെക്സിക്കോ തുടങ്ങിയ രാജ്യക്കാർക്ക് 5 ആഴ്ചത്തെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 2020 ജൂൺ 15 വരെ അപേക്ഷിച്ചവർക്ക് വിസ കിട്ടാൻ സാധ്യതയുണ്ട്. EB-5 വിഭാഗത്തിൽ മിക്ക രാജ്യക്കാർക്കും കാത്തിരിപ്പില്ല. എന്നാൽ ചൈനക്കാരുടെ കാര്യത്തിൽ 7 ആഴ്ചത്തെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 2015 നവംബർ 22 വരെ അപേക്ഷിച്ചവർക്ക് വിസ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ചെറിയ പുരോഗതിയാണ് കാണിക്കുന്നത്. ചുരുക്കത്തിൽ ചില നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ചൈനീസ് അപേക്ഷകർക്ക് കൂടുതൽ ഗുണകരമാണ്. എന്നാൽ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് EB-2 വിഭാഗത്തിൽ ഇപ്പോഴും കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. വിസ കിട്ടാനുള്ള കാത്തിരിപ്പ് ഇപ്പോഴും ഒരുപാട് നീണ്ടതാണ്. പല ആളുകളും വിസ കിട്ടാനായി വർഷങ്ങളായി കാത്തിരിക്കുന്നു. ഈ മാറ്റങ്ങൾ എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് കണ്ടറിയണം. കുടുംബങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിസകളുടെ കാര്യത്തിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്. ചില വിസകളുടെ കാര്യത്തിൽ നല്ല പുരോഗതിയുണ്ട്. എന്നാൽ ചിലതിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് ലളിതമായി താഴെ വിശദീകരിക്കുന്നുണ്ട്. അമേരിക്കൻ പൗരന്മാരുടെ വിവാഹം കഴിക്കാത്ത പ്രായപൂർത്തിയാകാത്ത മക്കൾക്ക് നൽകുന്ന F-1 വിസ വിഭാഗത്തിൽ മിക്ക രാജ്യങ്ങൾക്കും ഏകദേശം 6 ആഴ്ച വരെ കാത്തിരിപ്പ് സമയം കുറഞ്ഞിട്ടുണ്ട്. അതായത് 2018 മാർച്ച് 1 വരെ അപേക്ഷിച്ചവർക്ക് വിസ കിട്ടാൻ സാധ്യതയുണ്ട്. മെക്സിക്കോയിൽ ഇത് 3 ആഴ്ച കുറഞ്ഞു. 2006 ഒക്ടോബർ 1 വരെ ആയിട്ടുണ്ട്. ഫിലിപ്പീൻസിൽ കാത്തിരിപ്പ് സമയം 2 മാസം വരെ കുറഞ്ഞു. 2014 ജൂൺ 15 വരെ അപേക്ഷിച്ചവർക്ക് വിസ ലഭിക്കാൻ സാധ്യതയുണ്ട്. F-2A വിസ വിഭാഗത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും കാത്തിരിപ്പ് സമയം ഒന്ന് തന്നെയാണ്. അതായത് വിസ കിട്ടാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല. 2021 മുതൽ ഈ രീതി തുടരുന്നുണ്ട്. കാരണം കുടുംബങ്ങളെ വേഗം ഒന്നിപ്പിക്കാൻ വേണ്ടി ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. F-2B വിസ വിഭാഗത്തിൽ മിക്ക രാജ്യങ്ങൾക്കും 5 ആഴ്ച വരെ കാത്തിരിപ്പ് സമയം കുറഞ്ഞിട്ടുണ്ട്. 2017 മെയ് 1 വരെ അപേക്ഷിച്ചവർക്ക് വിസ കിട്ടാൻ സാധ്യതയുണ്ട്. മെക്സിക്കോയിൽ ഇത് 2 ആഴ്ച കുറഞ്ഞ് 2003 മാർച്ച് 1 വരെ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. എന്നാൽ ആവശ്യത്തിന് വിസകൾ ലഭ്യമല്ല എന്നാണ്. F-3 വിസ മിക്ക രാജ്യങ്ങൾക്കും 1 മാസം വരെ കാത്തിരിപ്പ് സമയം കുറഞ്ഞു. 2013 ജൂലൈ 22 വരെ അപേക്ഷിച്ചവർക്ക് വിസ കിട്ടാൻ സാധ്യതയുണ്ട്. മെക്സിക്കോയിൽ 3 ആഴ്ച കുറഞ്ഞ് 2002 ജൂലൈ 1 വരെ ആയിട്ടുണ്ട്. ഫിലിപ്പീൻസിൽ 6 ആഴ്ച വരെ കുറഞ്ഞ് 2004 ജൂൺ വരെ ആയിട്ടുണ്ട്. F-4 വിസയിൽ മിക്ക രാജ്യങ്ങൾക്കും 5 ആഴ്ച വരെ കാത്തിരിപ്പ് സമയം കുറഞ്ഞിട്ടുണ്ട്. 2010 ഡിസംബർ 15 വരെ അപേക്ഷിച്ചവർക്ക് വിസ കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ 1 മാസം വരെ കുറഞ്ഞത്
2006 ഏപ്രിൽ 1 വരെ ആയിട്ടുണ്ട്. ഫിലിപ്പീൻസിൽ 6 ആഴ്ച വരെ കുറഞ്ഞ് 2004 ഓഗസ്റ്റ് 1 വരെ ആയിട്ടുണ്ട്. എന്നാൽ മെക്സിക്കോയുടെ F4 വിസ വിഭാഗത്തിൽ 2 ആഴ്ച മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. 2000 മാർച്ച് 15 വരെ അപേക്ഷിച്ചവർക്കാണ് സാധ്യത. മെക്സിക്കോയിൽ നിന്നുള്ള അപേക്ഷകർക്ക് വലിയ കാലതാമസമുണ്ട്. ഏകദേശം 25 വർഷത്തിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വരും. ഈ മാറ്റങ്ങൾ കാണിക്കുന്നത് വിസ കിട്ടാനുള്ള സമയം പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. എത്ര ആളുകൾ അപേക്ഷിക്കുന്നു, എത്ര വിസകൾ ലഭ്യമാണ്, അപേക്ഷകൾ എത്ര വേഗത്തിൽ പരിഗണിക്കാനാവുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും വിസ കിട്ടാനുള്ള സമയം. വിസ ബുള്ളറ്റിനിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഡേറ്റ്സ് ഓഫ് ഫില്ലിങ്ങും ഫൈനൽ ആക്ഷൻ ഡേറ്റ്സും. ഇത് രണ്ടും അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഡേറ്റ്സ് ഓഫ് ഫില്ലിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ രേഖകൾ സമർപ്പിക്കാൻ കഴിയുമെന്ന് അറിയാൻ സാധിക്കും. ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് അനുസരിച്ച് വിസ എപ്പോൾ കിട്ടുമെന്ന് അറിയാൻ സാധിക്കും. ഈ 2 തീയതികളും തമ്മിൽ വ്യത്യാസമുണ്ട്. USCIS മാർച്ച് 2025 മുതൽ ഡേറ്റ്സ് ഓഫ് ഫില്ലിംഗ് അനുസരിച്ച് അപേക്ഷകൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഇത് അപേക്ഷകർക്ക് I-485, I-765, I-131 തുടങ്ങിയ ഫോമുകൾ നേരത്തെ സമർപ്പിക്കാൻ സഹായിക്കും. ഇങ്ങനെ നേരത്തെ അപേക്ഷിക്കുന്നത് കൊണ്ട് പല ഗുണങ്ങളുണ്ട്. I-485 അപേക്ഷകൾ പെൻഡിംഗ് ആയിരിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യാനും യാത്ര ചെയ്യാനുമുള്ള അനുമതി ലഭിക്കും. 21 വയസ്സ് തികയാൻ പോകുന്ന കുട്ടികൾക്ക് പ്രായപരിധി പ്രശ്നമില്ലാതെ അപേക്ഷിക്കാനും സാധിക്കും. കുടുംബം അടിസ്ഥാനമാക്കിയുള്ള വിസകളിൽ F2A വിസയിൽ ഡേറ്റ്സ് ഓഫ് ഫില്ലിംഗ് മുൻഗണന ലഭിക്കും. ചില രാജ്യങ്ങളിൽ ഫൈനൽ ആക്ഷൻ ഡേറ്റ്സിൽ കുറച്ച് കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നിൽ കൂടുതൽ വിസകൾ അപേക്ഷിക്കാൻ യോഗ്യതയുള്ളവർ 2 ചാർട്ടുകളും ശ്രദ്ധിച്ച് താരതമ്യം ചെയ്യുക. ഡേറ്റ്സ് ഓഫ് ഫില്ലിങ്ങും ഫൈനൽ ആക്ഷൻ ഡേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാകുന്ന രീതിയിൽ കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ സഹായിക്കും. ഈ 2 തീയതികളും തമ്മിലുള്ള വ്യത്യാസം ഓരോ വിഭാഗത്തിനും രാജ്യത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലതിൽ വർഷങ്ങളുടെ വ്യത്യാസമുണ്ടാകാം. ഈ 2 തീയതികളും അപേക്ഷകർക്ക് അവരുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ചൈനയും ഇന്ത്യയും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചൈനയിലെ തൊഴിൽ വിസകളിൽ EB2, EB3 വിസകൾ തമ്മിൽ 1 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. EB2 വിസയിൽ യോഗ്യതയുള്ളവർക്ക് EB3 വിസയിലേക്ക് മാറാനുള്ള അവസരമുണ്ട്. ചൈനീസ് EB5 അപേക്ഷകൾക്ക് കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരും. കാരണം 2015 നവംബറിലെ അപേക്ഷകർക്ക് മാത്രമേ ഇപ്പോൾ പരിഗണനയുള്ളൂ. ഇന്ത്യയിലെ EB2 വിസയിൽ കാര്യമായ പുരോഗതിയില്ല. 2013 ഏപ്രിൽ 15 വരെയുള്ള അപേക്ഷകൾ മാത്രമാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രൊഫഷണൽസിന് ഗ്രീൻ കാർഡ് കിട്ടാൻ 12 വർഷത്തിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യയിലെ EB3 വിസയിൽ 2014 ഫെബ്രുവരി 1 വരെയുള്ള അപേക്ഷകൾ പരിഗണിക്കും. EB2 വിസക്കാർക്ക് EB3 വിസയിലേക്ക് മാറുന്നത് നല്ലതാണ്. കുടുംബ വിസകളിൽ F4 2006 ഏപ്രിൽ 1 വരെ അപേക്ഷിച്ചവർക്ക് പരിഗണന നൽകും. ഏകദേശം 19 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. ചൈനീസ്, ഇന്ത്യൻ പൗരന്മാർക്ക് മറ്റ് വിസകളിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഇതിലൂടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ സാധിക്കും. ഓരോ രാജ്യക്കാർക്കും അപേക്ഷിക്കാനുള്ള സമയത്തിൽ മാറ്റങ്ങളുണ്ട്. ഇത് അപേക്ഷകരുടെ കാത്തിരിപ്പ് സമയം കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കും. മറ്റ് രാജ്യങ്ങളിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫിലിപ്പീൻസിൽ കുടുംബ വിസകളിൽ മെച്ചപ്പെട്ട പുരോഗതിയുണ്ട്. F1 വിസയിൽ 2014 ജൂൺ 15 വരെയും F4 വിസയിൽ 2004 ഓഗസ്റ്റ് 1 വരെയും അപേക്ഷിച്ചവർക്ക് പരിഗണന ലഭിക്കും. മെക്സിക്കോയിലെ കുടുംബ വിസകളിൽ F4 വിസയിൽ 2000 മാർച്ച് 15 വരെ അപേക്ഷിച്ചവർക്ക് മാത്രമേ പരിഗണന ലഭിക്കൂ. അതുകൊണ്ട് തന്നെ മെക്സിക്കൻ പൗരന്മാരായ US പൗരന്മാരുടെ സഹോദരങ്ങൾ 25 വർഷത്തിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വരും. എൽ സാൽവഡോർ, ഗ്വാട്ടിമാല, ഹോണ്ടറാസ് എന്നീ രാജ്യങ്ങളിൽ EB4 വിസയിൽ 2020 ജൂൺ 15 വരെ അപേക്ഷിച്ചവർക്ക് പരിഗണന ലഭിക്കും. വിയറ്റ്നാമിൽ EB5 വിസയിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മറ്റ് രാജ്യങ്ങളിൽ EB4 ഒഴികെ എല്ലാ തൊഴിൽ വിസകളിലും ലഭ്യമാണ്. ഓരോ രാജ്യക്കാർക്കും അപേക്ഷിക്കാനുള്ള സമയങ്ങളിൽ മാറ്റങ്ങളുണ്ട്. ഇത് അപേക്ഷകരുടെ കാത്തിരിപ്പ് സമയം കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കും. വിവിധ രാജ്യങ്ങളിലെ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് മറ്റ് വിസകളിലേക്ക് മാറാനും സാധിക്കും. വിസയ്ക്ക് അപേക്ഷിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. I-485 ഡേറ്റ്സ് ഓഫ് ഫില്ലിംഗ് അനുസരിച്ച് നേരത്തെ അപേക്ഷിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ജോലി ചെയ്യാനും യാത്ര ചെയ്യാനുമുള്ള അനുമതി ലഭിക്കും. 21 വയസ്സ് തികയാൻ പോകുന്ന കുട്ടികൾക്ക് ഡേറ്റ്സ് ഓഫ് ഫില്ലിംഗ് അനുസരിച്ച് നേരത്തെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ജോലി കിട്ടാൻ സാധ്യതയുള്ളവർ ഏറ്റവും നല്ല കമ്പനി തിരഞ്ഞെടുക്കുക. കാരണം ഓരോ കമ്പനിയുടെ നിയമങ്ങൾ അനുസരിച്ച് വിസ കിട്ടാനുള്ള സമയത്തിൽ മാറ്റം വരും. EB2, EB3 വിസകൾ തമ്മിൽ മാറാൻ സാധിക്കുമോ എന്ന് ഇന്ത്യൻ, ചൈനീസ് പൗരന്മാർ ശ്രദ്ധിക്കുക. വിസ കിട്ടാൻ കൂടുതൽ സമയമെടുക്കുന്ന രാജ്യക്കാർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് മാറാൻ അവസരമുണ്ടോ എന്ന് ശ്രമിക്കുക. വിവാഹം, കുടുംബം എന്നീ കാര്യങ്ങൾ വിസയുടെ നിയമങ്ങളെ ബാധിക്കും. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് നല്ലപോലെ ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുക. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ അനുസരിച്ച് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരും. USCISലെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. USCIS ചില തൊഴിൽ വിസകളിൽ പ്രീമിയം പ്രോസസ്സിംഗ് ആരംഭിച്ചു. ഇതിലൂടെ I-140 പെട്ടെന്ന് കിട്ടാൻ സഹായിക്കും. ചില വിസകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സൗകര്യം വന്നു. ഇതിലൂടെ അപേക്ഷ സ്വീകരിക്കാനും ബയോമെട്രിക് എടുക്കാനുമുള്ള കാലതാമസം കുറയ്ക്കാനും സാധിക്കും. USCIS കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ തീരുമാനിച്ചു. ഇതിലൂടെ വിസ നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കും. ചില അപേക്ഷകർക്ക് ഇന്റർവ്യൂ ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സും USCISും തമ്മിൽ വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനമുണ്ടാക്കി. ഇതിലൂടെ വിസ നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കും. വിസ കിട്ടാനുള്ള സമയം, അപേക്ഷ സ്വീകരിക്കാനുള്ള സമയം എന്നിവയെക്കുറിച്ച് നല്ലപോലെ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ 5 വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം തൊഴിൽ വിസകളിൽ നല്ല പുരോഗതിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് ചൈനീസ് EB
3 ഇന്ത്യൻ EB3 വിസകളിൽ നല്ല പുരോഗതിയുണ്ട്. 2025 തുടക്കത്തിൽ നല്ല പുരോഗതി ഉണ്ടെങ്കിലും പിന്നീട് ഇത് കുറയാൻ സാധ്യതയുണ്ട്. കുടുംബ വിസകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ EB2 വിസ 2026 2014 വരെയുള്ള അപേക്ഷകൾ പരിഗണിക്കും. ചൈനീസ് EB5 വിസ 2025 അവസാനത്തോടെ 2016 വരെയുള്ള അപേക്ഷകൾ പരിഗണിക്കും. വിസയുടെ കാര്യത്തിൽ എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അവസരം കിട്ടിയാൽ ഉടൻ തന്നെ അപേക്ഷിക്കുക. വിസ ബുള്ളറ്റിനിൽ മാറ്റങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഓരോ വർഷവും കോൺഗ്രസ് ഒരു നിശ്ചിത എണ്ണം വിസകൾക്ക് അനുമതി നൽകും. ഓരോ രാജ്യത്തിനും ഒരു നിശ്ചിത ശതമാനം വിസകൾ മാത്രമേ നൽകാൻ കഴിയൂ. US എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും എത്ര വിസകൾ നൽകാൻ സാധിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് ഓരോ വിസയുടെ ആവശ്യകതകൾ മാറുന്നതനുസരിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മാറ്റങ്ങൾ വരുത്തും. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് വിസയുടെ തീയതികളിൽ മാറ്റം വരുന്നത്. പ്രത്യേക കുടിയേറ്റ വിസ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഫ്ഗാൻ സ്പെഷ്യൽ ഇമിഗ്രേഷൻ വിസ പ്രോഗ്രാം 2022 ഒക്ടോബർ 1 വരെ അപേക്ഷിച്ചവർക്ക് പരിഗണന നൽകും. EB4 വിസയിൽ എൽ സാൽവഡോർ, ഗ്വാട്ടിമാല, ഹോണ്ടറാസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് 2020 ജൂൺ 15 വരെ അപേക്ഷിക്കാം. സ്പെഷ്യൽ ഇമിഗ്രന്റ് ജുവനൈൽസ് വിസയിൽ എൽ സാൽവഡോർ, ഗ്വാട്ടിമാല, ഹോണ്ടറാസ്, മെക്സിക്കോ എന്നീ രാജ്യക്കാർക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. EB5 വിസയിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് എല്ലാ രാജ്യങ്ങളിലും അപേക്ഷിക്കാം. പുതിയ നിയമങ്ങളും മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺഗ്രസ് പുതിയ വിസകൾക്ക് അനുമതി നൽകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ, ചൈനീസ് പൗരന്മാർക്ക് തൊഴിൽ വിസകളിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. 2022 EB5 നിയമത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. പുതിയ നിയമങ്ങൾ വരുമ്പോൾ വിസയുടെ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓരോ അപേക്ഷകരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തൊഴിൽ വിസയിൽ മുൻഗണന ലഭിച്ചവർ I-485 ഡേറ്റ്സ് ഓഫ് ഫില്ലിംഗ് അനുസരിച്ച് അപേക്ഷിക്കുക. കുടുംബ വിസയിൽ അപേക്ഷിക്കാൻ പോകുന്നവർ എല്ലാ രേഖകളും പെട്ടെന്ന് ശരിയാക്കുക. വിസ കിട്ടാൻ താമസം വരുന്ന രാജ്യക്കാർ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുക. പ്രായപരിധി കഴിയാറായ കുട്ടികൾ ഡേറ്റ്സ് ഓഫ് ഫില്ലിംഗ് അനുസരിച്ച് അപേക്ഷിക്കുക. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ നിയമങ്ങളെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കുക. വിസയുടെ നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. US കുടിയേറ്റ നിയമങ്ങൾ വളരെ സങ്കീർണമാണ്. വിസ കിട്ടാൻ കൂടുതൽ കാത്തിരിക്കേണ്ടി വരുന്നവർക്ക് മറ്റു വഴികൾ തേടാവുന്നതാണ്. ഓരോ മാസവും വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. പുതിയ വിസ ബുള്ളറ്റിൻ അവസരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതാണ്. വിസ കിട്ടാൻ അർഹതയുള്ളവർക്ക് ഇത് വളരെ നല്ല സമയമാണ്. ഓരോ വിസയുടെ നിയമങ്ങളും രാജ്യങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. വിസ കിട്ടാനുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ ശ്രമിക്കുക. വിസയുടെ നിയമങ്ങളെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കുക. വിസ കിട്ടാൻ താമസം വരുന്നവർ മറ്റു വഴികൾ തേടുക. ഓരോ മാസവും വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. വിസ ബുള്ളറ്റിൻ എന്നത് ഗവൺമെന്റിന്റെ ഒരു അറിയിപ്പാണ്. ഇതിൽ ആർക്കൊക്കെ ഗ്രീൻ കാർഡ് കിട്ടാൻ അർഹതയുണ്ടെന്ന് പറയുന്നു. ഡേറ്റ്സ് ഓഫ് ഫില്ലിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ രേഖകൾ സമർപ്പിക്കാൻ കഴിയുമെന്ന് അറിയാൻ സാധിക്കും. ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് അനുസരിച്ച് വിസ എപ്പോൾ കിട്ടുമെന്ന് അറിയാൻ സാധിക്കും.